ഇന്ത്യക്ക് ഏറ്റവും വലിയ മറ്റൊരു ചരിത്ര നേട്ടം, എല്ലാവിധ പ്രതിസന്ധികളും, ചൈനയുടെ വെല്ലുവിളിയാകട്ടെ, പാകിസ്ഥാന്റെ വെല്ലുവിളിയാകട്ടെ, കോവിഡിന്റെ വെല്ലുവിളിയാകട്ടെ, പക്ഷേ സ്ഥിരോത്സാഹത്തോടുകൂടി ലക്ഷ്യം കൈവരിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന മോദി സർക്കാരിന് ലോകത്തിന്റെ പിന്തുണ ഏറ്റവും വലുതായി ലഭിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിൽ ഇന്ത്യ കയറുകയാണ്. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിൽ ഇന്ത്യ അംഗമാവുകയാണ്. അത് ഇപ്പോൾ വരുന്ന രീതി അനുസരിച്ച് അവിടെ സെക്യൂരിറ്റി കൗൺസിലിലേക്ക് ഈ നോൺ പെർമനന്റ് മെമ്പർ എന്നുള്ള രീതിയിലാണ്, സ്ഥിരാംഗത്വമല്ല എങ്കിൽ പോലും ഇന്ത്യക്ക് അവിടെ കടക്കുക, ഇന്ത്യയെ അവിടെ പ്രതിഷ്ഠിക്കുക എന്നുള്ളത് ലോകരാജ്യങ്ങളുടെ ആവശ്യമായി മാറുമ്പോൾ നരേന്ദ്രമോദി സർക്കാരിന്റെ ഒരു വലിയ പൊൻതൂവൽ കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചർച്ചയാവുകയാണ്. അവിടെ എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നത് ഈ തരത്തിലാണ്: ഇന്ത്യ വിൽ ബിഗിൻസ് ഇറ്റ്സ് 2-year term on January 1st, 2021. 2021 ജനുവരി 1 മുതൽ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിൽ നോൺ പെർമനന്റ് കാറ്റഗറി, സ്ഥിരാംഗത്വം അല്ലാത്ത പട്ടികയിൽ ഇന്ത്യ 2 വർഷത്തെ കാലാവധിക്ക് ഇടം പിടിക്കുകയാണ്. 5 സ്ഥിരാംഗങ്ങളാണ് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിൽ ഉള്ളത്. 5 സ്ഥിരം അംഗങ്ങളും 10 സ്ഥിരമല്ലാത്ത അംഗങ്ങളും. അപ്പോൾ 5 സ്ഥിര അംഗങ്ങളുണ്ട്, 10 സ്ഥിരമല്ലാത്ത അംഗങ്ങളുമുണ്ട്. ആ 10 സ്ഥിരമല്ലാത്ത അംഗങ്ങളുടെ പട്ടികയിലേക്കാണ് ഇപ്പോൾ ഇന്ത്യ കടന്നു വന്നിരിക്കുന്നത്. ഇത് ഏഷ്യ പസഫിക് കാറ്റഗറിയിൽ നിന്നാണ് ഇന്ത്യയുടെ കടന്നുവരവ്. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിലേക്ക് 2 വർഷമാണ് കാലാവധി. ഏറ്റവും വലിയ നേട്ടമായിട്ടാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കണക്കാക്കുന്നത്. അവിടെ ഇടുന്ന വോട്ടിംഗ് ഉണ്ടായിരുന്നു. ആ വോട്ടിങ്ങിൽ ഇന്ത്യ മികവാർന്ന രീതിയിൽ 184 വോട്ട് ജനറൽ അസംബ്ലി, 193 ജനറൽ അസംബ്ലിയിൽ 184 വോട്ട് ഇന്ത്യ വാങ്ങുകയാണ്. അങ്ങനെ 184 വോട്ട് വാങ്ങിക്കൊണ്ട് ഇന്ത്യ നോൺ പെർമനന്റ് കാറ്റഗറിയിൽ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിലേക്ക് അംഗത്വം നേടുന്നു. അവിടെയാണ് ഏറ്റവും ശ്രദ്ധേയമാകേണ്ടത്. ജനുവരി 1, 2021 മുതൽ 2 വർഷ കാലാവധിയിൽ ഇന്ത്യ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിലേക്ക് കയറുമ്പോൾ ഇന്ത്യ നേടിയ വോട്ട് കൂടി ഇക്കാര്യത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 184 വോട്ട് 193 അംഗങ്ങളിൽ ജനറൽ അസംബ്ലിയിൽ നിന്ന്. ആ രീതിയിലാണ് 128 വോട്ടാണ് നോൺ പെർമനന്റ് കാറ്റഗറിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടാൻ ഒരു രാജ്യത്തിന് വേണ്ടത്. അങ്ങനെ 128 വോട്ട് വേണ്ടിടത്ത് 184 രാജ്യങ്ങളുടെ പിന്തുണ ഇന്ത്യക്ക് ലഭിച്ചു എന്നുള്ളത് വലിയ നേട്ടമായിട്ടാണ് ഈ രംഗത്തെ വിദഗ്ധർ വിലയിരുത്തുന്നത്. ആകെ ജനറൽ അസംബ്ലിയിൽ 193. ഒരു രാജ്യത്തിന് നോൺ പെർമനന്റ് കാറ്റഗറിയിൽ വരാൻ 128 വോട്ട് മതി. ആ 128 വോട്ടിന്റെ സ്ഥാനത്ത് 184 എന്ന മൃഗീയ വോട്ടുകൾ നേടിക്കൊണ്ട് ഇന്ത്യ കടന്നു വരികയാണ്. ഇന്ത്യ അതിന്റെ നിലപാട് വ്യക്തമാക്കുമ്പോൾ ഈ തരത്തിൽ പറയുന്നു. അവിടെ ഏറ്റവും വലിയ രീതിയിൽ ഇറ്റ് ഈസ് ട്രൂലി ഡെലിഗേറ്റഡ് ദാറ്റ് ഇന്ത്യ ഹാസ് ബീൻ ഇലക്ടഡ് ആസ് എ നോൺ permanent member of the United Nations Security Council for 2021-22. We have received overwhelming support and we deeply humbled by the tremendous confidence that the member states of the United Nations have reposed in India. ആ രീതിയിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിലയിരുത്തൽ വരുന്നത്. അത്രമാത്രം ഇന്ത്യയുടെ നേട്ടങ്ങളുടെ പട്ടികയിലേക്ക് ഇത് ചേർത്ത് വെക്കപ്പെടുകയാണ്. മറ്റൊന്നുകൂടി ഈ വിലയിരുത്തൽ വരുന്നത്: ഇന്ത്യ വിൽ ബിക്കം എ മെമ്പർ ഓഫ് ദി യുണൈറ്റഡ് നാഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ അറ്റ് ദി ക്രിട്ടിക്കൽ ജംഗ്ഷൻ. ഏറ്റവും സങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെ ലോകം കടന്നു പോകുമ്പോൾ അത്തരം സങ്കീർണമായ കാലഘട്ടത്തിൽ ഇന്ത്യ ഈ നേട്ടം കൈവരിക്കുന്നുണ്ട്. ആൻഡ് വി ആർ കോൺഫിഡന്റ് that in the COVID and the post-COVID world, India will continue to provide leadership and a new orientation for the reformed multilateral system. ഈ തരത്തിൽ ആണ് വരുന്നത്. ഇന്ത്യ 8ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ഇന്ത്യ UN സെക്യൂരിറ്റി കൗൺസിലിലേക്ക്, ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിലേക്ക് കടക്കുന്നത്.
8ാമത്തെ പ്രാവശ്യം. 2 വർഷമാണ് 1921-ലും 22, 2 വർഷ കാലാവധി. ജനുവരി 1 മുതൽ അത് പ്രാബല്യത്തിൽ ആവുകയും ചെയ്യും. എന്തായാലും ഇന്ത്യ 8ാമത്തെ പ്രാവശ്യമാണിത് കടന്നു വരുമ്പോൾ 7 പ്രാവശ്യം 1950-51 കാലഘട്ടത്തിൽ, 67-68 കാലഘട്ടത്തിൽ, 72-73 കാലഘട്ടത്തിൽ, 77-78 കാലഘട്ടത്തിൽ, 84-85 കാലഘട്ടത്തിൽ, 91-92 കാലഘട്ടത്തിൽ, 2011-2012 കാലഘട്ടത്തിലും ഇന്ത്യ ഈ ചെയറിൽ ഉപവിഷ്ടരായിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞ 7ാം ടേം എന്ന് പറയുന്നത് 2011-2012 കാലമായിരുന്നു. അതിനുശേഷം 2021-22 കാലത്തേക്ക് ഏറ്റവും അതിസങ്കീർണമായ കാലഘട്ടത്തിലൂടെ ലോകം കടന്നു പോകുമ്പോഴുള്ള ഇന്ത്യയുടെ ഈ നേട്ടം എല്ലാ വിധത്തിലും ലോകത്തിന് മുന്നിൽ ഇന്ത്യക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പിന്തുണയായി ഇതിനെ കണക്കാക്കുകയും ചെയ്യുന്നുണ്ട്. ഏഷ്യ പസഫിക് ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ നിന്നാണ് ഇന്ത്യ കടന്നു പോകുന്നത്. അപ്പോൾ ആ ഗ്രൂപ്പിൽ 55 മെമ്പർ സ്റ്റേറ്റ് ആണ് ഉള്ളത്. അവിടെ തന്നെ നോമിനേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ വരുമ്പോൾ 5 പെർമനന്റ് മെമ്പർ സ്ഥിര അംഗങ്ങളും 10 അസ്ഥിര അംഗങ്ങളും ആ രീതിയിൽ ഇപ്പോൾ വരുമ്പോൾ അവിടെ അമേരിക്ക, റഷ്യ, ചൈന, ഫ്രാൻസ്, UK ഈ ഇത്രയും പേരാണ് അവിടുത്തെ സ്ഥിര അംഗങ്ങൾ ആയിട്ടുള്ളത്. ബാക്കി ഉള്ള 10 സ്ഥിരമല്ലാത്ത അംഗങ്ങളുടെ കാറ്റഗറിയിലേക്ക് ഇന്ത്യ വരുമ്പോൾ ഇത് ലോകത്തിന്റെ നെറുകയിൽ ഇന്ത്യക്ക് കിട്ടുന്ന പൊൻതൂവലാണ്. മാത്രവുമല്ല, നിലവിലെ ലോക ക്രമത്തിലെ മാറ്റങ്ങൾ ഒക്കെ വരുന്നുണ്ട്. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഒക്കെ കോവിഡുമായി ബന്ധപ്പെട്ട് ചൈന എന്ന വൻ ശക്തിയെ പ്രതിക്കൂട്ടിൽ നിർത്തുകയും ലോകത്തെ മുഴുവൻ അസ്ഥിരപ്പെടുത്തുന്നതിന്റെ കാരണക്കാർ ചൈനയാണെന്ന് പറയുകയും അതിർത്തിയിൽ അവിടെ ചൈനയുടെ ഇടപെടൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ടൊക്കെ വരുമ്പോൾ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ 128 വോട്ട് വേണ്ടിടത്ത് 184 അംഗങ്ങളുടെ പിന്തുണയോടുകൂടി ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിലേക്ക് ഇന്ത്യ കടന്നു കയറുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ നേട്ടം ഇന്ത്യക്ക് തന്നെയായിരിക്കും. ലോക ജനതയ്ക്ക് മുന്നിൽ ഇന്ത്യയുടെ പിന്തുണ വർദ്ധിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഈ നേട്ടത്തെ.